നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ള അതിഥി എന്ന് പറയുന്നത് ശ്രീനിധി സുരേഷ്, മിസ് കേരള 2025 ആദ്യം തന്നെ അനുമോദിച്ചുകൊണ്ട് നമുക്ക് ശ്രീനിധിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീനിധി, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൺഗ്രാജുലേഷൻസ്, താങ്ക് യു സോ മച്ച്. ടൈറ്റിൽ വിൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഉറപ്പായിട്ടും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആ ടൈറ്റിൽ വിൻ ചെയ്യുമ്പോൾ ആ ക്രൗൺ നമ്മുടെ തലയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അതൊന്ന് പറയാമോ? ശരിക്കും ആ മൊമെന്റിൽ കുറേ എമോഷൻസ് ഉണ്ടായിരുന്നു. സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും കുറച്ചൊക്കെ ഷോക്കും. ബിക്കോസ് ഇത് നമ്മൾ കുറേ നാളായിട്ട് ഡ്രീം ചെയ്ത് നടക്കുന്ന ഒന്നാണ്. ബട്ട് അത് ശരിക്കും ആ ഡ്രീം കം ട്രൂ മൊമെന്റിൽ ശരിക്കും ഷോക്ക്ഡ് ആവും. ഇത്രയും നാളും ഡ്രീം ചെയ്ത് ഇറ്റ്സ് നോ മോർ എ ഡ്രീം, ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആയിരുന്നു, ഭയങ്കര ഓവർവെൽമിംഗ് ആയിരുന്നു. ആൻഡ് എൻ്റെ ഫാമിലിയും എല്ലാവരും ഫ്രണ്ട് റോയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഫീലിംഗ് ബ്ലെസ്ഡ്. പൊതുവെ എല്ലാവരും ഈ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിങ്ങനെ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഇവർക്ക് അറിയാമെന്നുള്ളവർ ഇവർ കോണ്ടസ്റ്റന്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഓക്കെ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഒന്നും കിട്ടും അല്ലെങ്കിൽ ഇല്ല എന്നാണ് സാധാരണ വിചാരിക്കുക. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു വലിയ പ്രോസസ് ഉണ്ട് എന്ന് പലർക്കും അറിയായിരിക്കില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലോട്ട് എങ്ങനെയാണ് ശ്രീനിധി വരുന്നത്? സോ 6 ദിവസത്തിന്റെ ട്രെയിനിങ് ആണ് നമുക്ക് ലഭിച്ചിരുന്നത്. പ്രിയങ്ക ഷാ മാം എന്ന് പറഞ്ഞ ഒരു മാം, ഷി വാസ് മിസ് വേൾഡ് ടൂറിസം ഇയേഴ്സ് അഗോ. സോ ഈ മാം ആണ് നമ്മളെ ട്രെയിൻ ചെയ്തിരുന്നത്. ആൻഡ് ദ ട്രെയിനിങ് ഇൻക്ലൂഡ്സ് റാമ്പ് വാക്ക്, സ്പീക്കിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഫിറ്റ്നസ്, ഇതുപോലെ കുറേ കാര്യങ്ങളിൽ മാം ഒരു 6 ദിവസം സ്ട്രോങ് ആയിട്ട് നമ്മളെ ട്രെയിൻ ചെയ്തിരുന്നു. നമ്മളെ ശരിക്കും പോളിഷ് ചെയ്തെടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ബട്ട് ഈ സമയത്ത് തന്നെ നമുക്ക് 22 ഫൈനലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു ഹോട്ടലിൽ ഫ്രണ്ട്സിനെ പോലെ അടിച്ച് പൊളിച്ച് നടക്കുക. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഫൈനലി ഫിനാലെ ആവുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്, സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇത് കുറേ ആൾക്കാരുടെ ഡ്രീം തന്നെയാണല്ലോ. സോ ഫൈനലി ശരിക്കും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരുന്നു. യൂഷ്വലി ഫൈനൽ റൗണ്ടൊക്കെ എത്തുമ്പോൾ ടോപ്പ് 5 ആണ് വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ജഡ്ജസിന് തന്നെ ഒരു ഡിഫിക്കൾട്ട് ചോയ്സ് ആയിരുന്നു. അങ്ങനെ ടോപ്പ് 7 ഉണ്ടായിരുന്നു. സോ നമ്മളെപ്പോഴും ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പോൾ ഡിഡ് ഐ ഫീൽ ലൈക്ക് ഐ വിൽ വിൻ? ഞാൻ ആ ഒറ്റ കാര്യത്തിലേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒരു ചിന്തയ്ക്കും സമയമല്ലായിരുന്നു. കോൺസ്റ്റന്റ്ലി ഞാനിത് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു തോട്ടിൽ ഫോക്കസ് ചെയ്തിരുന്നു. സോ ഇൻ എ വേ യെസ്. ബട്ട് ആ മൊമെന്റിൽ അത് ആക്ച്വലി റിയൽ ആയപ്പോൾ ശരിക്കും ഷോക്ക്ഡ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഫീലിംഗ് എക്സ്ട്രീംലി ബ്ലെസ്ഡ്, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. എപ്പോഴും ഫുൾ പഠിത്തമായിട്ട് നടന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂനെയിൽ ലോ ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ പഠിത്തത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ഒരു പേജന്റിലേക്ക് വരാം എന്നൊരു ചിന്ത വരുന്നത്? ലോ ഞാൻ തിരഞ്ഞെടുത്ത റീസൺ, എനിക്ക് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്. ആൻഡ് ഈ ഫീൽഡ് എനിക്ക് വളരെ താല്പര്യമുള്ളൊരു ഫീൽഡാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. ഫാഷൻ ആണെങ്കിലും സിംഗിങ് ആണെങ്കിലും ഇങ്ങനെ പല പല ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അങ്ങനെയാണ് ഈ പാജൻട്രി എന്ന ഒരു സ്വപ്നം തുടങ്ങുന്നത്. ബട്ട് എൻ്റെ സ്വപ്നമാവുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ സ്വപ്നമായിരുന്നു. എൻ്റെ ഫസ്റ്റ് പാജന്റ് എൻ്റെ അടുത്ത് പോലും പറയാതെ എൻ്റെ അമ്മയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. മിസ് കേരള എന്ന ഈ ഒരു പാജന്റിന് ഐ വാസ് ആക്ച്വലി ഡിറ്റർമിൻഡ് ടു ഡു ഇറ്റ്. എൻ്റെയും കൂടെ ഒരു പാഷനായിട്ട് തന്നെയാണ് ഇതിന് പോയത്. ബട്ട് ഫസ്റ്റ് എനിക്ക് ഈ ഒരു പാഷൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മയുടെ സ്വപ്നമായിരുന്നു. ഓക്കെ, ഇതിനിടയിൽ ചെറുതായിട്ടൊന്ന് പാട്ടിന്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ പാട്ടുകളുമായിട്ടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് ശ്രീനിധിയുടെ? പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? പാട്ടുകൾ കേൾക്കുന്ന കുറവാണ്. ബട്ട് എനിക്ക് എല്ലാ ടൈപ്പ് പാട്ടുകളും കേൾക്കുന്ന ഇഷ്ടമാണ്. കൂടുതലും എൻ്റെ ഫ്രണ്ട്സ് ഓരോന്ന് സജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പ്രോപ്പറായിട്ട് കേൾക്കുന്നത്. പറഞ്ഞ പോലെ ലോ സ്കൂളിലാണ്, പിന്നെ ഇതുപോലെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, പാജൻട്രി ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ കുറച്ച് മിമിക്രി ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ സമയം കുറവാണ് കാര്യങ്ങൾക്ക്. ഓരോ സമയത്തും എന്താണ് ആ സമയത്തെ പ്രയോറിറ്റി അതിൽ ഫോക്കസ് ചെയ്തു പോകും. അപ്പൊ എന്തായാലും ഈ ടൈറ്റിൽ വിൻ ചെയ്തതിന്റെ ഒരു സന്തോഷത്തിൽ ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഏത് പാട്ട് പറയും? ടൈറ്റിൽ വിൻ ചെയ്തതിന്റെ സന്തോഷത്തിൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊരു മെസ്സേജ് ഇട്ടു, ഇങ്ങനെ വരുന്നുണ്ട്, ഏത് പാട്ട് പ്ലേ ചെയ്യണം. അപ്പൊ എന്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്ത സോങ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് സോങ് ഇസ് മലരേ ഫ്രം പ്രേമം. ഓക്കെ, ടീനേജ് സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നല്ലോ പ്രേമം എന്ന് പറയുന്നത്. ഒരു കൾട്ടായി മാറി തോന്നുന്നു അതിനുശേഷം. അപ്പൊ അതിലെ മലരേ എന്നുള്ള പാട്ട് കേൾക്കാം. വിജയ് യേശുദാസ് പാടിയ പാട്ട്. ഈ പഠനമൊക്കെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു. അപ്പോൾ ആ ഒരു കാലത്ത് വളരെ ചിട്ടയായിട്ട് വന്ന ഒരു രീതിയിൽ, അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കോകരിക്കുലർ ആക്ടിവിറ്റീസ് എങ്ങനെയായിരുന്നു? അവിടെ അതിൻ്റെ ഒരു സാധ്യതകൾ എങ്ങനെയായിരുന്നു? അതിലുള്ള പങ്കെടുത്തിരുന്ന ആളായിരുന്നു? സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ കുറച്ചും കൂടെ വേറെ ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക്, കുറച്ചുകൂടെ ഡിബേറ്റിംഗ്. അപ്പൊ ആ സമയത്ത് കുറച്ചുകൂടെ ഞാൻ പാടുമായിരുന്നു, മിമിക്രി ചെയ്യുമായിരുന്നു, കൂടുതലും സംസാരിക്കുക, നെക്സ്റ്റ് ടെമ്പോറും പോയട്രി റെസിറ്റേഷനും ഒക്കെ ചെയ്യുമായിരുന്നു. വലുതായതിനു ശേഷമാണ് കുറച്ചുകൂടെ ആ മോഡലിംഗ് സൈഡിലേക്ക് നോക്കി തുടങ്ങിയത്. സോ സ്കൂളിൽ വെച്ച് ഇതൊക്കെ തന്നെയായിരുന്നു ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ മിമിക്രി ഒന്ന് സൂചിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് എന്താണ് മിമിക്രിയിൽ ഇപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത്? മിമിക്രിയിൽ എനിക്ക് കുറച്ച് ആനിമൽ സൗണ്ട്സ് ചെയ്യാൻ അറിയാം. അടിപൊളി. പട്ടി അറിയാം, താറാവ് അറിയാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യാം. എല്ലാം പോരട്ടെ. പാജന്റിന് ഒരു ടാലന്റ് റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ മിമിക്രി തന്നെയാണ് ചെയ്തത്. സൂപ്പർ. ഞാൻ ഈ മിമിക്രി കൊച്ചിലെ
പഠിക്കുന്നത് കൊച്ചിലെ എനിക്ക് അനിമൽസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അനിമൽസിൻ്റെ അടുത്ത് സംസാരിക്കാൻ പഠിക്കണം എന്നുള്ള ഒരു 4 വയസ്സിലെ ഒരു ഡ്രീം കൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് മിമിക്രി പഠിച്ചെടുത്തത്. ആ സമയത്ത് നമുക്ക് കുഞ്ഞൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു വീട്ടിലൊരു പഗ്ഗായിരുന്നു, സ്കൂബി എന്നായിരുന്നു പേര്. സോ സ്കൂബിയിൽ നിന്നാണ് ഞാൻ കുഞ്ഞ് പട്ടിക്കുട്ടിയുടെ സൗണ്ട് ഉണ്ടാക്കാൻ പഠിച്ചത്. സൂപ്പർ. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു പട്ടി ഉണ്ടായിരുന്നു, ഒരു നാടൻ പട്ടി. ഒരു 18 വയസ്സുണ്ടായിരുന്നു ആ പട്ടിക്ക് ആ ഒരു സമയത്ത്. അവിടുന്ന് ഞാൻ പഠിച്ച സൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ ഈ നായകളുടെ ശബ്ദം ഇരിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ശബ്ദമായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പല നായകൾക്ക് പല ശബ്ദം ഉണ്ടെന്നും അറിയാമെങ്കിലും ഇപ്പൊ മിമിക്രിയിലൊക്കെ നമ്മൾ ഇത്രയും വെറൈറ്റി ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് ഒരു പേജന്റ് വിന്നർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അതുപോലെ പാജൻട്രി എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി ടാലന്റഡ് ആയ ഒരു വ്യക്തിയെ തന്നെയാണ് അവർ നോക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് പേഴ്സണാലിറ്റി, ഇറ്റ്സ് അബൌട്ട് പ്രസൻസ്, ഇറ്റ്സ് അബൌട്ട് ഡിസിപ്ലിൻ. ഇതുപോലെ കുറെ കാര്യങ്ങൾ നോക്കിയാ വരുന്നത്. എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ പാജന്റ് എന്ന് പറയാൻ പലരും സൗന്ദര്യം മാത്രം ആണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് അതല്ല, ശരിക്കും എല്ലാം നോക്കുന്നുണ്ട് അവർ. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയായിരുന്നു. ഈ മിമിക്രി എന്ന് പറയുന്ന കാര്യം സ്കൂൾ കാലത്ത് എക്സ്പ്ലോർ ചെയ്യുകയോ വിൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ, മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻസിലായിരുന്നു ഞാൻ മെയിനായിട്ട് പങ്കെടുത്തത്. ഇത് വളരെ കൊച്ചിലേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. അതിനുശേഷം വേറെ ഇൻട്രസ്റ്റിലേക്ക് മാറി, കൂടുതലും ഡിബേറ്റിംഗ് ആ സൈഡിലേക്കൊക്കെ തന്നെ ആയിരുന്നു. എങ്കിലും സ്വന്തം ജീവിതമായിട്ട് അടുത്ത് നിന്ന കാര്യങ്ങളെ വിട്ടുപോയില്ല. ഇല്ല ഇല്ല. ഇതിനിടയ്ക്ക് താറാവിന്റെ ശബ്ദം ഒന്നും കണ്ടു പറഞ്ഞല്ലോ. ഈ ശബ്ദങ്ങൾക്കിടെ ഒരു റെഫറൻസും ട്രെയിനിങ്ങും ഒക്കെ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അനിമൽസ് തന്നെയാ കേട്ടു, അത് സൗണ്ട് ഉണ്ടാക്കാൻ നോക്കി, അത്രേ ഉള്ളൂ. വേറെ ട്രെയിനിങ് ഒന്നുമില്ല. ഏതെങ്കിലും പ്രൊഫഷണൽ ട്രെയിനിങ് എടുക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആ സമയത്ത് ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ചെയ്തൊരു കാര്യമാണ്. അതെനിക്കൊരു 4-5 വയസ്സായിരുന്നു ഇത് ഞാൻ പഠിച്ച സമയത്ത്. പഠിച്ചപ്പോൾ എല്ലാവരും സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ ശരിക്കും ഇത് മിമിക്രി പഠിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഞാൻ ശരിക്കും ആ ഒരു കൊച്ചു പ്രായത്തിൽ വിചാരിച്ചു മേ ബി എനിക്ക് അനിമൽസിനോട് ശരിക്കും സംസാരിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യം. നമ്മൾ കുഞ്ഞു പ്രായത്തിൽ അങ്ങനെ പല ആഗ്രഹങ്ങളും വരുമല്ലോ അല്ലേ? ഇങ്ങനെ പടം വരച്ചു കഴിഞ്ഞാൽ ആ പടം നമ്മളെ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള മൃഗങ്ങൾ നമ്മുടെ അടുത്ത് സംസാരിക്കും. നമ്മൾ ആ സമയത്ത് കാർട്ടൂൺസിലൊക്കെ കാണുമല്ലോ, പ്രിൻസസും അവരും ഒക്കെ വന്ന് ആനിമൽസിന്റെ അടുത്ത് സംസാരിക്കുന്നു. അതുപോലെ സംസാരിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്താണെങ്കിൽ അതൊരു ഗംഭീര ടാലന്റായി വളർന്നു വന്നു എന്നുള്ളതാണ്. അപ്പോ ഇനി നമ്മൾ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും? ഈറൻ കാറ്റൻ ഈണം പോലെ. സലാല മൊബൈൽസ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെലഡിയാണ്. പാട്ടിന് മുന്നേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പാജന്റ് സൗന്ദര്യം മാത്രമല്ല നോക്കുന്നത്, അതിനകത്ത് ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റിയാണ് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ്ങിന്റെ കാര്യമുണ്ടല്ലോ. ഇപ്പം റാം വാക്കും മോഡലിങ്ങും ഒക്കെ അതിനൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. പക്ഷേ അവനവനിലുള്ള പേഴ്സണാലിറ്റിയെ നമ്മൾ തന്നെ ഒരുക്കി ജഡ്ജസിന്റെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്തേ മതിയാവും. ഈ ഒരു പ്രഷർ അങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഈ പാജൻട്രി എന്ന ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കാല് ഫ്രാക്ചേർഡ് ആയിരുന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ് മുമ്പൊരു ഇവന്റിനായിരുന്നു. ദാറ്റ് എക്സ്പീരിയൻസ് വാസ് വെരി ഇമോഷണൽ ഇൻ ദ സെൻസ് ദാറ്റ് ഞാൻ ശരിക്കും ഡ്രീം ചെയ്ത് വന്നൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാതെയായി. ബട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ച് കൺവിൻസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇവന്റ് വരെ ബെഡ് റെസ്റ്റിലായിരിക്കും, ആഫ്റ്റർ ദാറ്റ് ഡു ദ വാക്ക്, ആഫ്റ്റർ ദാറ്റ് ഗോ ബാക്ക് ടു ബെഡ് റെസ്റ്റ്. സോ അതാണ് ഞാൻ ചെയ്തത്. ബിക്കോസ് ഐ വാണ്ടഡ് ടു ബി ഓൺ ദാറ്റ് സ്റ്റേജ്. ഐ ലവ് ബീങ് ഓൺ സ്റ്റേജ്. അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് ഐ ഡിഡ്. സോ ഈ ബെഡ് റെസ്റ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് നടന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പോസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ പൊതുവെ ആൾക്കാർ ഈ മത്സരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഫിസിക്കലി ആ ഒരു സ്റ്റേറ്റിലല്ലായിരുന്നു. സോ ശരിക്കും എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമാണ് എൻ്റെ മനസ്സ്. അതിന് വേണ്ടിയുള്ള കോൺഫിഡൻസ്, അതിന് വേണ്ടിയുള്ള മൈൻഡ് സെറ്റ്, അതിനുവേണ്ടി ഞാൻ സാധാരണ ഒരു ലോ സ്റ്റുഡൻ്റ് ആണ്. സോ ഇങ്ങനെ ഒരു ഫീൽഡിൽ വന്നാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും പല അഭിപ്രായങ്ങൾ കാണും. മീഡിയ അറ്റൻഷൻ വന്നു തുടങ്ങുമ്പോൾ അതിൻ്റെ അടിയിൽ കോമൻസ് കാണും. സാധാരണ ഒരു വ്യക്തിക്ക് അതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി ഒരു മനഃശക്തി വേണം. അതിൽ ട്രെയിൻ ചെയ്യുന്നതായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മൾ ആരാണ്, ഹൂ വി ആർ, നമ്മുടെ പെർസെപ്ഷൻ എന്താണ്, ഇതിലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഫേസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് സ്ട്രെങ്ത് ടു ബി എ പാജന്റ് ക്വീൻ. അതെ, തീർച്ചയായും. ഈ പൊതുവേ ഈ റാം വാക്കും മോഡലിങ്ങും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ കണ്ടസ്റ്റൻസിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർ കുഴങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറുപടികൾ നൽകുന്നുണ്ടോ എന്നൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ആൾക്കാർ കാത്തിരിക്കും. അതുപോലെ ശ്രീനിധിക്ക് കിട്ടിയ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിനുള്ള മറുപടി എന്തായിരുന്നു? ഫസ്റ്റ് റൗണ്ടിന് എനിക്ക് കിട്ടിയ ചോദ്യം, ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് സൊസൈറ്റിയിൽ? പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മച്ച് ഇംപ്രൂവ്ഡ് ആണ് സ്ത്രീകളുടെ സിറ്റുവേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ. ബട്ട് ഇന്ന് എന്താണ് ഏറ്റവും വലിയ ഇഷ്യൂ എന്നായിരുന്നു. സെക്കൻഡ് വൺ കോമൺ ആൻസർ റൗണ്ട് ആയിരുന്നു. 7 പേര് ഓരോ പോഡിയത്തിൻ്റെ മുന്നിൽ നിൽക്കും. ഒരു ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് കൊടുക്കും. 1 minute ടൈമർ സ്റ്റാർട്ട് ചെയ്യും. നമ്മളെല്ലാം ഉത്തരം എഴുതണം. ടൈമർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പെൻ താത്തി വെക്കണം. അതിനുശേഷം ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കോ ഒരു
കോമ പോലും തെറ്റിക്കാതെ എക്സാക്ട്ലി അങ്ങനെ വായിക്കണം. സോ അതായിരുന്നു 2 റൗണ്ട്സ്. ആ റൗണ്ടിൽ വന്ന ക്വസ്റ്റ്യൻ 25 years ആയിട്ട് മിസ് കേരള എന്ന പാജന്റ് നടക്കുന്നുണ്ട്. ഹൗ ഇറ്റ് ഹസ് ഇമ്പാക്റ്റഡ് അവർ സൊസൈറ്റി ആൻഡ് ഇൻ ദ കമ്മിങ് 25 years ഹൗ ഡു വി സീ ദ വിമൻ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഞാൻ പറഞ്ഞത് ഫെമിനിസം എന്ന വാക്കിൻ്റെ തെറ്റായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നത്തെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. പണ്ട് സ്ത്രീകൾക്ക് പല റൂംസിൽ എൻട്രി ഇല്ലായിരുന്നു, പല സ്ഥലങ്ങളിലും ദേ വർ നോട്ട് റെപ്രസെൻറ്റഡ്. സോ ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് the movements such as feminism that gave women the right to have a bank account, be in the workspaces, move towards equality. But ഇന്നത്തെ കാലത്ത് ഫെമിനിസം എന്താണ്, ഇന്നും ആവശ്യമുണ്ടോ, അതോ സ്യൂഡോ ഫെമിനിസത്തിൻ്റെ കാലമാണോ എന്ന് പലർക്കും പല ചോദ്യങ്ങളും വരാം. ബട്ട് ഇന്നും പല സ്ഥലങ്ങളിലെ സ്ത്രീകൾക്ക് ഇനിയും പ്രോഗ്രസ് ഉണ്ടാവാനുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ആൻഡ് ഈ സ്യൂഡോ ഫെമിനിസം എന്നൊരു കോൺസെപ്റ്റ് കാരണം ശരിക്കും ഹെൽപ്പ് ആവശ്യമുള്ള സ്ത്രീകൾക്ക് പലർക്കും ഹെൽപ്പ് കിട്ടാതെ ആവുന്നു. ശരിക്കും ഒരു റേപ്പ് ഇഷ്യൂ ആണെങ്കിൽ പോലും ഉടനെ ആൾക്കാർ ചോദിക്കും അത് കള്ളക്കേസാണെങ്കിലോ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് ചെറിയൊരു വിഭാഗമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ആക്ഷൻസ് കാരണം നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോ ഇത് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിലെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഈ ഫെമിനിസം എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർ വിചാരിക്കും ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. അല്ല, ഇത് പേട്രിയാർക്കി എന്ന സിസ്റ്റത്തിനെ ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഈ ഫെമിനിസം എന്ന കോൺസെപ്റ്റ് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ പേട്രിയാർക്കി എന്ന് പറയുന്ന സ്ത്രീകളെ മാത്രമല്ല ആണുങ്ങളെയും എഫക്റ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് ഒരു ഡിവോഴ്സിൽ ആലിമണി പൊതുവേ സ്ത്രീന് കൊടുക്കണം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പേട്രിയാർക്കൽ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. അപ്പം അല്ലെങ്കിൽ ഒരാണ് കരയാൻ പാടില്ല, ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഈ പേട്രിയാർക്കിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സോ ഫെമിനിസം അഡ്രസ്സസ് ഓൾ ഓഫ് ദിസ്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും സൊസൈറ്റിയിൽ നല്ലതുണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രോഗ്രസ്സിന് എന്താ ചെയ്യേണ്ടത് അത് ചെയ്യണം, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം, 25 വർഷമായി നടന്നു വരുന്ന അതൊരു ലാൻഡ്മാർക്ക് ഇവന്റും കൂടിയായിരുന്നു. 25ാമത്തെ വർഷത്തെ വിന്നറാണ് ശ്രീനിധി എന്ന് പറയുന്നത്. അതൊരു അതെ, സിൽവർ ജൂബിലി വിന്നർ. അപ്പോൾ അത് എങ്ങനെയാണ് ഈ 25 വർഷം എങ്ങനെയാണ് കേരളത്തിലെ വുമൻഹുഡിനെ ഇമ്പാക്ട് ചെയ്ത് എന്നതിന് മറുപടിയായി ശ്രീനിധി എന്തായിരുന്നു പറഞ്ഞത്? ആ ഒരു മൊമെന്റിലെ ടെൻഷനിലും ആ ഒരു മൊമെന്റിലെ എക്സൈറ്റ്മെന്റിലും എനിക്ക് ഫുള്ളി ഓർമ്മ പോലും ഇല്ലായിരുന്നു ഞാൻ എക്സാക്ട്ലി എന്താ പറഞ്ഞതെന്ന്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി കണ്ടു. സോ മൈ എക്സാക്ട് ഫ്രേസിംഗ് വാസ് മിസ് കേരള ഹാസ് എ ലെഗസി ഓഫ് instilling women with confidence and a voice for the last 25 years. And this in turn brings women into rooms in their power, in their purpose, and inspires a generation of women to uphold our state. Wow. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് പറയും? ഞാൻ വളരെ കൊച്ചിലെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാടിയ ഒരു പാട്ടുണ്ട്, അതാണ് എൻ്റെ കൽവിലെ വെണ്ണിലാവ് നീ. ഓക്കെ, ഏത് പ്രായത്തിലായിരുന്നു അത്? അതെനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 വയസ്സായിരുന്നു. സോ ആ സോങ് തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട് കേൾക്കാം. വയലാർ ശരത് ആണ് പാട്ട് എഴുതിയിരിക്കുന്നത്, അലക്സ് പോളിൻ്റെതാണ് മ്യൂസിക്. കേൾക്കാം നമുക്ക് പാട്ട്. പൂനെയിലാണ് പഠിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പേജൻസിനായാലും മോഡലിങ്ങിനായാലും കേരളത്തിനേക്കാൾ കുറച്ചുകൂടി സാധ്യതയുള്ളൊരു സ്ഥലമാണ് പൂനെ എന്ന് പറയുന്നത്. അവിടെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു കരിയർ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഈ പാജന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ മോഡൽ ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് കൂടുതലും കേരളത്തിൽ തന്നെ ഇൻവോൾവ് ആവാനാണ് കൂടുതൽ താല്പര്യം. സോ ഐ വിൽ ഡു ദാറ്റ്. ബട്ട് വാട്ട് എവർ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് കം മൈ വേ, അത് ഇനിയിപ്പോൾ മുംബൈയിലാണെങ്കിലും പൂനെയിലാണെങ്കിലും ലൈഫിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നോ എക്സ്പ്ലോർ ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ് ഇൻ. വെരി ഗുഡ്. ടൈറ്റിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ സിനിമയിൽ നിന്നുള്ള ഓഫറുകൾ അല്ലെങ്കിൽ അഭിനയം കുറച്ചുകൂടി ലൈം ലൈറ്റിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ശ്രീനിധി ആലോചിക്കുന്നുണ്ടോ? സിനിമയുടെ കാര്യം ഞാൻ ഇതുവരെ ഫുള്ളി കൺസിഡർ ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിൽ ഓരോ പ്രായത്തിലും ഞാൻ ഓരോ കാര്യങ്ങളും ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയാൽ ഞാൻ അതും കൺസിഡർ ചെയ്യും. ഇറ്റ്സ് അബൌട്ട് വാട്ട് ലൈഫ് ബ്രിങ്സ് യു. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഫ്യൂ ഇയേഴ്സ് ഫ്രം നൗ നമ്മൾ ആരും എന്താ ചെയ്യുന്നതെന്ന്. സോ വാട്ട് എവർ ലൈഫ് ബ്രിങ്സ് മീ, ടേക്ക് ഇറ്റ് ഫ്രം എ പോസിറ്റീവ് നോട്ട്. നമ്മൾ ഇപ്പോഴത്തെ മൊമെന്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഗോൾസ് ഉണ്ട്, എന്നാലും കുറേ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എന്നാൽ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സമയമുണ്ടോ എന്ന് ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ ലൈഫിൽ ഇപ്പം ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ടേക്ക് ഇറ്റ്, എക്സ്പ്ലോർ ഇറ്റ് നൗ, പ്രയോറിറ്റൈസ് ഇറ്റ് ഫോർ നൗ ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. യെസ്, അങ്ങനെ ഒരു നോട്ടിലാണ്. അപ്പോൾ ഒരു പാട്ട് കൂടി കേട്ടാലോ ആ നോട്ടിൽ?
നമുക്ക് കുറച്ച് ലേറ്റസ്റ്റ് ആയ ഒരു പാട്ടിന് പോവാം, ഓണം മൂഡ്. ഓക്കെ, സാഹസം എന്ന സിനിമയിലെ പാട്ടാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഓണം സ്പിരിറ്റ് ഒന്ന് അതെ അതെ. അപ്പോൾ ഈ വിന്നിങ്ങിന്റെ കൂടെ ഓണം സ്പിരിറ്റും കൂടി വന്നോട്ടെ, നമുക്ക് പാട്ട് കേൾക്കാം. ഈ ഒരു പാജന്റ് ഇപ്പോൾ 6 ദിവസത്തെ വളരെ റിഗറസ് ട്രെയിനിങ് അത് കഴിഞ്ഞ് നിങ്ങൾ റാമാർക്ക് ചെയ്ത് ക്രൗൺ ചെയ്യപ്പെടുന്നു. അവിടെ ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്. സെക്കൻഡ് റണ്ണറപ്പ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് 2 മനസ്സ് വരാം. ഓക്കെ, എനിക്ക് സെക്കൻഡ് റണ്ണറപ്പ് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് റണ്ണറപ്പിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ടൈറ്റിലിന് സാധ്യതയുണ്ടെന്ന്. റണ്ണറപ്പ് അനൗൺസ് ചെയ്യുമ്പോഴും ഈ സെയിം സിറ്റുവേഷൻ ഉണ്ട്. അത് രണ്ടും എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ടൈറ്റിലിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ലൂസ് ചെയ്യുകയാണ് എന്നുള്ളത്. ഈ മൊമെന്റ്സിനിടയിൽ അങ്ങനെയുള്ള ചിന്തകളുണ്ടോ, അതോ ബ്ലാങ്ക് ആണോ? ഈ ഒരു പാജന്റിൽ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആണ്. എൻ്റെ മനസ്സിൽ കൂടെ പോയ തോട്ട്സ് എന്താ. എനിക്ക് ലൈഫ് ലോങ് കാണുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയത്. ആൻഡ് സെക്കൻഡ് റണ്ണറപ്പ് കിട്ടിയ നിത്താര എൻ്റെ സ്കൂളിൽ തൊട്ടേ എനിക്ക് അറിയാനുള്ള ഒരു വ്യക്തിയാണ്. നിത്താരയുടെ ഫസ്റ്റ് പാജന്റ് ആയിരുന്നത്. നിത്താരയുടെ പേര് വിളിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഐ ഫെൽറ്റ് വെരി പ്രൗഡ്, ഐ ഫെൽറ്റ് വെരി ഹാപ്പി, ഓൾമോസ്റ്റ് ഇമോഷണൽ. ബിക്കോസ് കൊച്ചിലേ തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ അറിയാനുള്ള ഒരു വ്യക്തി, അതും നിത്താരയുടെ വെരി ഫസ്റ്റ് പാജന്റ്. അപ്പോൾ തന്നെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്, ഒരു സ്റ്റേറ്റ് ലെവൽ അച്ചീവ്മെന്റ് നേടുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. സോ ആ ഒരു മൊമെന്റിൽ ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയിരുന്നു. അഞ്ജലി ആണെങ്കിലും ഭയങ്കര ക്ലോസ് ആയ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു ഈ പാജന്റ് എക്സ്പീരിയൻസിൽ. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് മേ ബി ഇറ്റ് ഇസ് ദ ഹാപ്പിനെസ് ഐ ഫെൽറ്റ്, ആ ഒരു എനർജി ആയിരുന്നു കാണാം. മേ ബി ഇറ്റ് ഇസ് മൈ ആംബിഷൻ. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഞാൻ കോൺസ്റ്റന്റ്ലി ഡ്രീം ചെയ്യുമായിരുന്നു. എനിക്ക് ആ ഗോൾഡൻ ഡ്രസ്സാണ് ഞാൻ ആ സ്റ്റേജിൽ ഇടുന്നതെന്ന് അറിഞ്ഞ അന്ന് തൊട്ട് ഞാൻ കണ്ണടച്ച് ഇമാജിൻ ചെയ്യുന്നത് ഗോൾഡൻ ഡ്രസ്സിൽ ക്രൗൺ കിട്ടുന്നു, ഗോൾഡൻ ഡ്രസ്സിൽ ക്രൗൺ കിട്ടുന്നു. സോ അതുകൊണ്ടായിരിക്കും ആ ഒരു മൂമെന്റിൽ അത് മാത്രമായിരുന്നു ഫോക്കസ്. എനിക്കിപ്പോൾ ക്രൗൺ കിട്ടും. മേ ബി ഒരു പക്ഷെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ, ബട്ട് ദാറ്റ് വാസ് ദി ഓൺലി ഫോക്കസ് ഐ ഹാഡ് ഇൻ മൈൻഡ് ആൻഡ് I needed it to be real. ചില സമയത്ത് നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ലോകം കോൺസ്പയർ ചെയ്യും എന്നാൽ അതെ, ഒരു സെക്കൻഡിലാണ് അത് സ്വപ്നത്തിൽ നിന്ന് റിയാലിറ്റി ആയത്. അത് എൻ്റെ കൺമുന്നിൽ കണ്ടു. എൻ്റെ അമ്മ ആ നിമിഷം എണീറ്റ് നിന്ന് സന്തോഷത്തിൽ കരയാൻ തുടങ്ങി. ഓക്കെ, ഇതിൻ്റെ ഈ പ്രോസസ്സിനിടയിൽ നേരത്തെ പറഞ്ഞ ഒരാൾ, നേരത്തെ സുഹൃത്തായിരുന്നയാൾ അവിടെ വന്നിട്ട് സുഹൃത്തുക്കളെ കിട്ടി. അപ്പോൾ അങ്ങനെ കുറച്ച് സൗഹൃദങ്ങളും കൂടി ഈ പേജന്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ? അതെ. അങ്ങനെ കിട്ടിയ സുഹൃത്തുക്കളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു സിസ്റ്റർഹുഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഈ ഗ്രൂപ്പ് ഒരു 22 കുട്ടികളായിരുന്നു. യൂഷ്വലി നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. ഇത് എന്തോ ഒരു ലക്കിന് 22 പേരും നല്ല സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും ഭയങ്കര യൂണിറ്റി ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു, എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ഫുൾ ജേർണിയിൽ ശരിക്കും ഒരു ഉടുപ്പിന്റെ കാര്യം തൊട്ട് അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ നിന്ന് ഇറങ്ങാൻ വരെ ആണെങ്കിൽ 10 പേരൊന്നും അറിയാം ഞാൻ പിടിക്കണോ, ആ ഒരു കൈൻഡ് ഓഫ് കൺസേൺ, ആ ഒരു ഒബ്സർവേഷൻ ഈ ഗേൾസിലെല്ലാം കാണാമായിരുന്നു. മേ ബി ഇങ്ങനെ ഒരു മുറിയിൽ ഇത്രയും ആംബിഷ്യസ് ആയ, ഇത്രയും ഡ്രിവൺ ആയ, ഇത്രയും സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആംബിഷ്യസ് ആയ, ടാലന്റഡ് ആയ ഗേൾസ് കുറെ ഓഡിഷനൊക്കെ ശേഷമല്ലേ വ്യത്യാസം. ഇങ്ങനെ ഒരു ക്രൗഡ് ആയതുകൊണ്ടുമായിരിക്കാം ദി എനർജി വാസ് really strong. I'm sure ഈ ഗേൾസ് എല്ലാം ലൈഫിൽ they're getting places, they are reaching heights. You can really see it in all of these women. I'm so glad to have gotten to meet these people through this journey. ഈ വിൻ ചെയ്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് പങ്കെടുത്ത ആൾക്കാരെല്ലാവരും ഈ ഓഡിഷൻ പ്രോസസ്സിൽ നിന്ന് ഒരു CV ചെയ്ത് വന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ? നിങ്ങൾ പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഒരുമിച്ച്, നിങ്ങൾ ട്രെയിനിങ് ഒരുമിച്ചാണ്, ഫുഡ് ഒരുമിച്ചാണ്, 6 ദിവസങ്ങളും ഒരുമിച്ചാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ മാജിക്കൽ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവില്ല, എന്തെങ്കിലും ഫൺ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഷെയർ ചെയ്യാനാണെങ്കിൽ, സോ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഭയങ്കര ഓർഗനൈസ്ഡ് ആൻഡ് ഡിസിപ്ലിൻഡ് ആണ്. there's a lot of practice every single day. Like I said, മാം ശരിക്കും നമ്മളെ ഷാർപ്പൺ ചെയ്തെടുക്കുകയാണ് പ്രോസസ്സിൽ. അപ്പൊ നമുക്ക് കുറെ സമയമൊന്നും അങ്ങനെ ഔട്ട്സൈഡ് ഓഫ് പ്രാക്ടീസ് കിട്ടുന്നില്ല. എന്നാൽ പോലും ആ ലഞ്ച് ബ്രേക്സിലാണെങ്കിലും എല്ലാവരും കൂടെ ഒരു റൗണ്ട് ടേബിളിൽ ചുറ്റും വരുന്ന, ആരും അങ്ങനെ മാറി മാറി അല്ലായിരുന്നു. ഫേസ് ഇല്ലെങ്കിൽ കുറച്ചുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. ബട്ട് എപ്പോഴൊക്കെ പറ്റുന്നു നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കണം, ഒരുമിച്ച് സംസാരിക്കും, ഗെയിംസ് കളിക്കും. ഇത്തിരി സമയം കിട്ടുന്നുണ്ടെങ്കിൽ പോലും വി സ്പെൻഡ് ദാറ്റ് ടൈം ആസ് സിസ്റ്റേഴ്സ്. എനിക്ക് അതിൽ ആക്ച്വലി ഒരു മൂമെന്റ് എടുത്ത് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇത് എന്നും നമ്മൾ അതിന് സമയം കണ്ടെടുത്ത് വരുന്നു. ഒന്നുമില്ലെങ്കിലും ട്രെയിനിങ്ങിന് ശേഷം അന്ന് രാത്രിയെങ്കിലും നമ്മളൊന്ന് ഈ പൂൾ സൈഡിൽ പോവുകയോ കുറച്ച് മ്യൂസിക് പ്ലേ ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വി ക്രിയേറ്റഡ് ദോസ് മെമ്മറീസ് ആൻഡ് ദാറ്റ്സ് സംതിങ് വെരി സ്പെഷ്യൽ. ഒരു പാട്ട് കൂടി ആയാലോ? ഏത് പാട്ട് പറയും? ഇലുമിനാട്ടി, ആവേശം മൂവി. ആവേശത്തിലുള്ള ഒരു മൊമെന്റിലല്ല നമ്മൾ നിൽക്കുന്നത്. രംഗണ്ണന്റെ ഇലുമിനാട്ടിയിൽ നമുക്ക് ആഘോഷിച്ചിട്ട് വരാം. ഇനി നമ്മൾ ഫാമിലിയിലേക്ക് വരുമ്പോൾ അമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മയാണ് വളരെ കാര്യമായി ഇതിനകത്ത് സ്വാധീനിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ പാജന്റിനോട് താല്പര്യം? അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? അമ്മയ്ക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ബട്ട് അമ്മയും പണ്ട് തൊട്ടേ ഈ ബ്യൂട്ടി പാജൻസ് ഒക്കെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഇൻട്രസ്റ്റ് ഫാഷനോടും സംസാരിക്കാനും ശരിക്കും പാജൻ്റായിട്ട് ഒത്തുപോകുന്ന ഇൻട്രസ്റ്റ് തന്നെയാണ് എനിക്കുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ ലോ സ്കൂളിലാണ്, എന്നാൽ അതേസമയം ഒരു മോഡലാണ്. അപ്പം ദിസ് കൈൻഡ് ഓഫ് ഒരു സോഷ്യൽ ഇനിഷ്യേറ്റീവിൽ പോകുന്ന രീതിയിൽ, സംസാരിക്കുന്ന രീതിയിലും മോഡലിങ്ങിൻ്റെ രീതിയിലും ഒന്ന് നോക്കിയാൽ അതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പാജൻസ്. എസ്പെഷ്യലി മിസ് കേരള പോലത്തെ ഒരു പാജന്റ്.
മേ ബി പ്രിയങ്ക ചോപ്രയുടെ അമ്മയുടെ കഥയിൽ അമ്മ ഇൻസ്പയർഡ് ആണെന്ന് കാണാം, എനിക്കറിയില്ല. ഞാൻ ഈ കഥ പറയുമ്പോൾ പലരും പറയും പ്രിയങ്ക ചോപ്രയുടെ അമ്മ ഇതുപോലെ പ്രിയങ്ക ചോപ്രയെ അപ്ലൈ ചെയ്തതായിരുന്നു എന്നെപ്പോഴും പറയും. അപ്പം മേ ബി അത് ഇൻസ്പയർഡ് ആയിരുന്നതായിരിക്കാം, മേ ബി അല്ല അമ്മ സ്വന്തമായിട്ട് ചെയ്തതായിരിക്കാം, ഐ എം നോട്ട് ഷുവർ. ബട്ട് അമ്മയ്ക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ യാത്രയിൽ അമ്മ എവിടെയൊക്കെ ഉണ്ടായിരുന്നു? From the very beginning till the end, she was the most supportive person who had my back. Every step of the way she was there. പിന്നെ അച്ഛൻ എല്ലാവരും അറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, അതെ, കോവളം TN സുരേഷ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനോടുള്ള ഒരു സമീപനം എന്താണ്? ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അച്ഛൻ. അച്ഛൻ എനിക്ക് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞാലും വിളിച്ച് ചോദിക്കും എങ്ങനെയായിരുന്നു, എങ്ങനെ പോകുന്നു, ഹൗ ആർ തിങ്സ് എല്ലാം ചോദിക്കുമായിരുന്നു. വളരെ സപ്പോർട്ടീവ് തന്നെയായിരുന്നു. 2 സഹോദരന്മാരാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരും ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരാണോ? എനിക്ക് എന്താണ് ലൈഫിൽ ചെയ്യാൻ ആഗ്രഹം അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഭയങ്കര സപ്പോർട്ടീവായ ഫാമിലിയാണ് എനിക്ക് ഉള്ളത്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ ബ്രദേഴ്സ് ആണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് തന്നെയായിരുന്നു. ഓക്കെ, നമ്മൾ ഈ പരിപാടിയുടെ അവസാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സ്ഥിരം ചോദ്യം, എന്താണ് ഭാവി പരിപാടികൾ? ഭാവി പരിപാടികൾ, ഞാൻ ഇപ്പോഴും ലോ സ്കൂളിലാണ്, ഫൈനൽ ഇയറിലാണ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. സോ ഉടനെ തന്നെ കോളേജിലേക്ക് പോകുന്നതാണ്. ആൻഡ് ഐ വോണ്ട് ടു പെർസ്യൂ ലോ, ബിക്കം എ ലോയർ. ഐ വോണ്ട് ടു കണ്ടിന്യൂ മോഡലിംഗ്, മേ ബി ട്രൈ ഔട്ട് ബിഗർ പാജൻസ് ഇൻ ഫ്യൂച്ചർ. ഇപ്പം മിസ് കേരള എന്ന ടൈറ്റിൽ വന്നു, ആൻഡ് ദാറ്റ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോ ഐ വോണ്ട് ടു ഡു എ ലിറ്റിൽ ബിറ്റ് മോർ ഗുഡ് ഫോർ ദ സൊസൈറ്റി. ഞാൻ ഓൾറെഡി കുറച്ച് വർക്ക് പ്രീവിയസ്ലി ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് നൗ കുറച്ചുകൂടെ ഒരു വിസിബിലിറ്റി കിട്ടുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഇൻ ദ കമ്മിങ് ഇയർ ഐ വുഡ് ലൈക്ക് ടു ഡു സംതിങ് ഗുഡ്. അതായിരുന്നു ഞാൻ അവസാനം ചോദിക്കാൻ ഇരുന്ന ഒരു ചോദ്യം. പെട്ടെന്ന് ഒരു വിസിബിലിറ്റിയിലേക്ക് വന്നു. ഈ വിസിബിലിറ്റി എങ്ങനെയാണ് ശ്രീനിധിയുടെ ജീവിതം മാറ്റാൻ പോകുന്നത് എന്നാണ്. That is something that is yet to be seen. 2 ദിവസത്തിൽ തന്നെ the number of calls I'm getting. ശരിക്കും ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു കാര്യം നടക്കുമ്പോഴാണ് എത്ര പേരാ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ അറിയുന്നത്. മേ ബി ഞാൻ ഒരിക്കൽ സംസാരിച്ച ആൾക്കാരാണെങ്കിലും ഞാൻ ജയിച്ച അന്ന് സന്തോഷത്തിൽ കരഞ്ഞു. ഭയങ്കര സർപ്രൈസിങ് ആണ്. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ലൈഫിൽ പലപ്പോഴും പലർക്കും സങ്കടം വരുമ്പോഴും ലൈഫിൽ ലോൺലിനെസ് തോന്നുമ്പോഴും they don't realize how many people love them. Nobody fully understands how many people are there out there who truly love them, care about them and want to see them grow. ഇതുപോലത്തെ കാര്യം വരുമ്പോഴാണ് you really see it, people coming out, people coming to support you, and I think that's really beautiful. So ഈ 2 ദിവസത്തിൽ തന്നെ എൻ്റെ ലൈഫ് കുറേ മാറിയിട്ടുണ്ട്. So in the coming year that's something yet to be seen. നമുക്ക് കാത്തിരിക്കാം. അതിൽ കൂടുതൽ മികച്ച അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അതൊക്കെയായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരുപാട് പാട്ടുകളുമായിട്ട് വീണ്ടും എത്താം എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. വന്നതിന്, സംസാരിച്ചതിന്, പാട്ടുകൾ അവതരിപ്പിച്ചതിന് നന്ദി. Thank you for having me.